ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഈ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണാണ്. അപ്പോൾ അതെങ്ങനെയാണ് ബോർഡിൽ വെച്ച് കറക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഒരു A4 പേപ്പറിൽ നമ്മൾ വരച്ചതിന് ശേഷം ആ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റ് നമ്മൾ കേക്കിൻ്റെ അടിയിലുള്ള പ്ലേറ്റാണ്. സാധാരണഗതിയിൽ ഒരു ആവറേജ് വലുപ്പമുള്ള കേക്കാണെങ്കിൽ അത് 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തമായിരിക്കും. അപ്പോൾ ആ ബോർഡിൻ ആണ് ഇത് വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പാറ്റേണും അതിൻ്റെ വലുപ്പം 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതേ വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇനി വലിയ കേക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും. സാധാരണഗതിയിലുള്ളതാണ് ഞാൻ പറയുന്നത്. 10 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിളായിരിക്കും. അപ്പോൾ നമുക്കൊരു A4 പേപ്പറിൽ ഇത് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും. ഒരു A4 പേപ്പറിൻ്റെ മധ്യബിന്ദു 10.5 സെൻറ്റിമീറ്റർ വീതിയുടെ ഭാഗത്ത് വെച്ച് 10.5 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് ഇടുകയാണ്. അതിനുശേഷം ആ മധ്യബിന്ദുവിൽ 10 എന്ന നമ്പർ വെച്ചതിന് ശേഷം ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ. 10ാമത്തെ അവിടെ ഉണ്ടല്ലോ. പിന്നീട് കേന്ദ്രബിന്ദുവിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ആ അവസാനത്തെ പോയിൻ്റ്, ആ പോയിൻ്റ് കണക്കാക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ സ്കെയിലിൽ അളക്കുന്നതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ പോയിൻ്റ് ഇടുന്നത്. ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് വരച്ചത്. 1 സെൻറ്റിമീറ്റർ വീണ്ടും കുറക്കുകയാണ്. 8 സെൻറ്റിമീറ്റർ റേഡിയസ്. അങ്ങനെ ക്രമത്തിൽ 7, 6, 5, 4, 3, 2, 1 വരെ നമുക്ക്. അപ്പോൾ ആനുപാതികമായി ഓരോ സെൻറ്റിമീറ്റർ ചെറുതാക്കി കേന്ദ്രം മാറുന്നില്ല. ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ A4 പേപ്പറിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ പകുതി. നമ്മൾ മാക്സിമം വലുത് 10 സെൻറ്റിമീറ്ററാണ്. 10 സെൻറ്റിമീറ്ററിലാണ് തുടങ്ങിക്കൊണ്ട് താഴോട്ട് വരുന്നത്. അവസാനത്തെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, സ്ലിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വരച്ചതൊക്കെ സ്കെച്ച് പെന്ന് ഇട്ടുകൊണ്ടാണ്, കോമ്പസിൽ. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള കോമ്പസ് ആണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ പെൻസിലോ വണ്ണം കുറഞ്ഞ് സ്കെച്ച് പെന്നാണെങ്കിലും സ്വീകരിക്കാം. ഇത് നമ്മൾ ഒരു 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഒരടയാളം ഇട്ടതിന് ശേഷം ആ പോയിൻറ്റും മധ്യബിന്ദുവും യോജിപ്പിച്ചുകൊണ്ട് ഡയമീറ്റർ വരയ്ക്കുകയാണ്. ഇപ്പോൾ വരച്ചത് ഡയമീറ്ററാണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ്, ആ കറക്റ്റ് 90 ഡിഗ്രിയിൽ മട്ടത്തിൽ തന്നെ വരുന്ന മറ്റൊരു ഡയമീറ്ററും കൂടെ വരയ്ക്കുകയാണ്. ഇപ്പോൾ 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 10 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെ എടുക്കുകയാണ്. അവിടുന്ന് മധ്യബിന്ദുന്ന് ആ അറ്റത്തേക്ക്. പക്ഷേ കോമ്പസിൻ്റെ മുന വെച്ചത് എവിടെയാണെന്ന് നോക്കുക. 1 യൂണിറ്റ് താഴ്ത്തിയിട്ടാണ് ചെയ്തത്. 1 യൂണിറ്റ് താഴ്ത്തി വെക്കുമ്പോഴാണ് മേലെ നിന്നും താഴെ ഭാഗത്തേക്ക് ആ ക്വാർട്ടറിലേക്ക് ചെരിഞ്ഞ് വരുന്നത്. കോമ്പസിൻ്റെ മുന താഴെയാണ് വെക്കുന്നതെന്ന്, സെൻറ്റർ പോയിൻ്റ് അല്ല കേട്ടോ. അതേ പോയിൻ്റിൽ വെച്ച് തന്നെ 1 യൂണിറ്റ് വീണ്ടും താഴ്ത്തി വരയ്ക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് ആ കേന്ദ്രം മാറ്റി താഴേക്ക് വരുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് മേലെ നിന്നും തുടങ്ങി താഴെ ഭാഗത്തേക്ക് ആ ഒരു ക്വാർട്ടറിൽ എത്തുന്നത്. യെസ്, അങ്ങനെ ഓരോന്നും 4 ക്വാർട്ടറായി വരയ്ക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പേ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെച്ചെടുക്കുന്ന ഒരറ്റത്ത് മേലെയും മറ്റേ അറ്റത്ത് താഴെയും തന്നെയല്ലേ വരുന്നതെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ കുറച്ചെടുക്കുകയാണ്. അപ്പോൾ മധ്യബിന്ദുവിന് ചുറ്റുമുള്ള ആ 1 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള പോയിൻ്റിലാണ്, 4 പോയിൻ്റിലാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റമില്ല. പക്ഷേ ഏറ്റവും ഉള്ളിലേക്ക് എത്തുമ്പോൾ
ഒരു ലേശം 1 മില്ലിമീറ്റർ നീക്കി താഴേക്ക് മാറ്റി വെക്കേണ്ടി വരും. അത് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പേ രണ്ടറ്റവും റെഡിയാണ് എന്നുള്ള ഉറപ്പ് വരുത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവസാനത്തെ 1-2 വരകൾ അത് ചെയ്യേണ്ടി വരും. ബാക്കിയൊക്കെ അതേ പോയിൻ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എല്ലാ ഭാഗത്തും ഈ രൂപത്തിൽ തന്നെയാണ്. ഒരു ഭാഗത്തുനിന്ന് മേൽഭാഗത്തുനിന്ന് തുടങ്ങി ആ സർക്കിളിൻ്റെ ഭാഗം താഴേക്ക് വന്ന് തൊട്ട് താഴേക്ക് ആ യൂണിറ്റിലേക്ക് വരെ എത്തിക്കുകയാണ്. അപ്പോൾ ഇതാ ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യുമ്പോഴാണ് കുറച്ച് 1 മില്ലി 1-2 മില്ലി താഴേക്ക് ഇറക്കി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ 2 ഭാഗത്തും ടച്ച് ചെയ്തില്ല. അതുകൊണ്ടാണ്. അതൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നിടയ്ക്ക് തന്നെയല്ലേ തുടങ്ങുന്നതൊന്നും അവസാനിക്കുന്നതൊന്നും ആദ്യം ഒന്ന് പരിശോധിക്കുക തന്നെ വേണം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ രൂപത്തിൽ കിട്ടും. ഇനി അതിന് കളർ കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിതാ അങ്ങനെയുള്ള പോർഷൻ അത് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഒരേ സൈഡിൽ തന്നെ ബ്ലാക്ക് കളർ. ശ്രദ്ധിക്കുക, ആ ചെറിയ പോർഷൻ അത് മേലോട്ടെത്തുമ്പോൾ വലുതായി വരുന്നത് നിങ്ങൾക്ക് കാണാം. കളർ ചെയ്യാൻ ബ്രഷ് പെന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നെ നമ്മളെ ക്രയോൺസ് പറ്റില്ല. കാരണം വളരെ കൃത്യമായിട്ട് വളരെ ചെറിയ കളറുകളിലേക്ക് എത്തിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്കാണ് ചെയ്തത്. ഇതിപ്പോൾ വയലറ്റ് കളറാണ് എടുക്കുന്നത്. ഡാർക്ക് കളർ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 വശത്തും 4 വ്യത്യസ്ത കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വെറും ബ്ലാക്കും വൈറ്റും ചെയ്താലും നല്ല രസമുണ്ടാവും. ഇനി അതല്ല വ്യത്യസ്ത കളറ് എടുത്ത കോമ്പിനേഷൻ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. മേലെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് താഴെ ആ വയലറ്റിൻ്റെ പോർഷനും വരുന്നത്. യെസ്. അപ്പോൾ 2 കളർ കൊടുത്ത് ഇനി മൂന്നാമതൊരു കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രീനാണ് എടുക്കുന്നത്. ഡാർക്ക് ഗ്രീൻ. അപ്പോൾ വലിയൊരു ഭാഗം വൈറ്റ് ഉള്ളിലുള്ളത് കൊണ്ട് ഡാർക്ക് കളർ തന്നെ എടുക്കുന്നതാണ് നല്ലത്. യെസ്. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്തോറും അതിൻ്റെ വലുപ്പം കുറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നാലാമത് മറ്റൊരു കളറ്. അത് ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത്. നാലാമത്തെ പോർഷൻ ബ്രൗൺ കളറാണ്. അപ്പോൾ ആ കർവ് ശരിക്ക് കാണുന്നുണ്ടാവും. വലുതായിട്ട് തുടങ്ങി പിന്നെ വളരെ നേരിയ രൂപത്തിലങ്ങ് ആ വളവിലൂടെ ചെറുതായി പിന്നെ നേർരേഖയിലേക്കാകുകയാണ്. അപ്പോൾ ഇത് ചാർട്ട് പേപ്പറിലേക്ക് വലുപ്പത്തിൽ വരയ്ക്കുമ്പോൾ ആനുപാതികമായി വലുതാക്കി തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഒരുപാട് കളങ്ങളും ഉണ്ടാവും. അത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് പകരം 1.5 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ
അപ്പോൾ കുറച്ചുകൂടെ കളങ്ങളുടെ എണ്ണവും കിട്ടും, വലുപ്പവും കിട്ടും. യെസ്, ബ്രൗൺ കളറും. അപ്പോൾ കളറിങ് മുഴുവൻ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ കറക്കണമെങ്കിൽ അത് ആ അറ്റത്ത് ആ 10 സെൻറ്റിമീറ്റർ അതിൻ്റെ പരിധിയിലൂടെ വൃത്തത്തിൽ വെട്ടിയെടുക്കണം. അപ്പോൾ അത് കത്രി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പേപ്പർ കട്ടർ ഉപയോഗിച്ചോ അവസാനത്തെ ആ വരയിലൂടെ ഇങ്ങ് വെട്ടിയെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേക്കിൻ്റെ ബോർഡുണ്ടല്ലോ, ആ ബോർഡിൽ സാധാരണഗതിയിൽ 10 സെൻറ്റിമീറ്റർ ഞാൻ മിക്കപ്പോഴും കാണുന്നത് അങ്ങനെയാണ്. അതായത് ഒരു വലുപ്പം, ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു കേക്കാണെങ്കിൽ അതിൻ്റെ ആ പ്ലേറ്റ് 10 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ളതായിരിക്കും. ഇനി അതല്ല, അതില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള പിന്നെ ഏതെങ്കിലും ഒരു ബോർഡ് റെഡിമെയ്ഡ് പെട്ടിയിൽ നിന്നൊക്കെ 10 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ, റേഡിയസിൽ 10 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഇതുപോലൊരു ബോർഡ് മുറിച്ചെടുത്താൽ മതി. യെസ്, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഈ ബോർഡിൽ ഈ രൂപത്തിൽ കണ്ടില്ലെങ്കിലും നമ്മൾ ചിത്രം ഒട്ടിച്ചതിന് ശേഷം ചിത്രത്തിനൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, അത് റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പെൺകുട്ടികൾ തട്ടത്തിനൊക്കെ കുത്തുന്ന ഒരു മൊട്ടുള്ളൊരു സൂചിയുണ്ട്. ആ സൂചി ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരറ്റത്ത് മുത്ത് പിടിപ്പിച്ച്, അപ്പോൾ ഇങ്ങനെ അടിയിൽ ആ മുത്തിൻ്റെ ഭാഗം നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കറക്കാൻ കഴിയും. നന്നായിട്ട് കറങ്ങും. ആ മുത്ത് ആണ് ആ അടിയിൽ സെൻറ്റർ പോയിൻറ്റിൽ വരുന്നത് കൊണ്ട് അസലായിട്ട് കറങ്ങും. അപ്പോൾ ഈ രൂപത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം ആ സെൻറ്റർ പോയിൻ്റ് കാണാൻ ആ ചിത്രത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് പെട്ടികളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ ഷർട്ടും അതുപോലെ സാരിയൊക്കെ കൊണ്ടുവരുന്ന, അപ്പോൾ അതിൽ 10 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഇത്തരത്തിലുള്ളൊരു പ്ലേറ്റ് പോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം ഈ പറഞ്ഞൊരു പിന്ന് ഫിറ്റ് ചെയ്യുക. പിന്ന് താഴെയാണ് അതിൻ്റെ മുത്തിൻ്റെ ഭാഗം വരേണ്ടത്, സൂചിയുടെ ഭാഗം മേലെയാണ് വരേണ്ടത്. നമ്മൾ ഈ രൂപത്തിൽ കറങ്ങും. ഇത് ഞാൻ ഉപയോഗിച്ച പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് മറ്റൊരു ചിത്രം ഇതേമാതിരി കറക്കാൻ വേണ്ടിയിട്ടെടുത്ത അതേ പ്ലേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് മറുവശത്ത് മറ്റൊരു ചിത്രം നിങ്ങൾ കണ്ടത്. എന്തായാലും ഈ നല്ല രസമായിട്ട് പല സ്പീഡിലും കറക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള ഡിസൈനും ഇല്യൂഷനും ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ചെയ്തെടുക്കുക. ഈ ഒഴിവ് കാലത്ത് ഇതൊരു രസകരമായ ഒരു കളിപ്പാട്ടവും ഒപ്പം ഒരു ജിയോമെട്രിക്കൽ പാറ്റേണും കൂടിയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.